ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യേശുവിൻ്റെ തേടിയെത്തുന്ന സ്നേഹത്തെക്കുറിച്ചാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ, ആഴ്ചയുടെ 1-ാം ദിവസം എന്ന് പറയുമ്പോൾ ആ ആഴ്ചയുടെ ആരംഭമാണ്, ആദ്യത്തെ ദിവസം. അതിരാവിലെ എന്ന് പറയുമ്പോൾ ആ ദിവസത്തിൻ്റെ തുടക്കം. ഇതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് 2 തരത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ, അന്തരീക്ഷത്തിൻ്റെ ഇരുട്ടാകാം, ആ വ്യക്തിയിലെ അന്ധകാരത്തിൻ്റെ, തിന്മയുടെ ഇരുട്ടാകാം. ഈ 2 തരത്തിലും നമുക്ക് സൂചിപ്പിക്കാം. അപ്പോൾ ഈ അതിരാവിലെ ഉള്ള തണുപ്പോ കൂരിരുട്ടിൻ്റെ ആ ക്രൂരതയോ അല്ലെങ്കിൽ അന്ധകാരമോ ഒന്നും മറിയും കണക്കാക്കുന്നില്ല. അവളെ യേശുവിനെ തേടിപ്പോവുക. അതും സാധാരണ നമ്മളൊരു പെരുന്നാൾ സ്ഥലത്തേക്കോ വിശേഷ കല്യാണ വീട്ടിലേക്കോ ഒന്നുമല്ല തേടിപ്പോകുന്നത്, ഒരു ശവകുടീരത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ തന്നെയാണ് വചനം പറഞ്ഞിരിക്കുന്നത്. യേശുവിനെ തേടിപ്പോകുന്നത് ശവകുടീരത്തിലേക്ക്. അതിൻ്റെ സമീപത്ത് വചനം പറയുന്നു, ജീവിതത്തിലെ ചില പ്രതിസന്ധികളെ തരണം ചെയ്ത് നമ്മൾ ദൈവത്തെ, ഈശോയെ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് ദൈവദർശനങ്ങളുണ്ടാകുക. മറിയ ഇവിടെ ഒറ്റയ്ക്കാണ് പോകുന്നത്, ആരെയും കൂട്ടുവിളിക്കുന്നില്ല. ഈശോയെ തേടിപ്പോകാൻ ആർക്കും കൂട്ടൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോഴും ഈശോയെ തനിയെ അന്വേഷിച്ച് പോകുമ്പോഴും ഈശോ ദർശനത്തിന് കുറവ് വരുത്തുന്നില്ല. ഇവൾ കല്ലറയിലേക്കുള്ള ഇവളുടെ ഈ പ്രതിസന്ധി നിറഞ്ഞ യാത്രയിൽ അവൾ അതീവ തീക്ഷ്ണതയോടെയാണ് ഓടുന്നത്, ആരും കൂട്ടില്ലാതെ. ഇവിടെ എല്ലാവരും, ശിഷ്യന്മാർ പോലും വിചാരിച്ചിരിക്കുന്നത് യേശു കല്ലറയിൽ തന്നെ ഉണ്ട്, മരിച്ചടക്കി. പക്ഷേ ഇവൾക്ക് ഈശോയോടുള്ള സ്നേഹം ഇവളെ തേടി ഓടാൻ പ്രേരിപ്പിക്കുക, പിറ്റേ ദിവസം തന്നെ പ്രേരിപ്പിക്കുക. ആദ്യം അറിയുന്നത് യേശു കല്ലറയിലില്ല എന്നറിയുന്നത് മറിയമ്മ തന്നെയാണ്. മറിയുക, അവൾക്കൊരു ഉൾപ്രചോദനം കിട്ടിക്കാണും. ദൈവത്തോട് ചേർന്നിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മനസ്സറിയാൻ പറ്റും, അത് അന്നും ഇന്നും അറിയാൻ പറ്റും. മറിയം ഈശോയെ ഒത്തിരി സ്നേഹിച്ചു. മറിയത്തിൻ്റെ മനസ്സിൽ മുഴുവൻ ഈശോ ആയിരുന്നു, മറിയത്തിൻ്റെ ജീവിതത്തിൽ മുഴുവൻ ഈശോ ആയിരുന്നു. അതുകൊണ്ടാണ് ആ പ്രഭാതത്തിൽ അവൾ ആരും വിളരുന്നതിന് മുമ്പേ, ഇരുട്ട് വെളിച്ചമാകുന്നതിന് മുമ്പേ, ആ തണുപ്പ് മാറുന്നതിന് മുമ്പേ അവൾ ഓടിപ്പോകുക. അത് അവൾക്ക് കൂടുതൽ ആവേശം കൊടുക്കുമായിരുന്നു ആ പ്രതിസന്ധികൾ. നമുക്ക് പ്രതിസന്ധിയിൽ ദൈവത്തെ വിളിക്കാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, അല്ലെങ്കിൽ യേശുവിനോടുള്ള ബന്ധത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തെ മറികടക്കാനൊക്കെ എന്ത് വിഷമമാണ് പലപ്പോഴും. അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി റിസ്ക് എടുക്കേണ്ടി വരുമ്പോൾ നമുക്ക് പറ്റുന്നില്ല. കാരണം നമ്മൾ ലോകത്തെ നോക്കും, മറ്റുള്ളവരെ നോക്കും, മാതാപിതാക്കളെ നോക്കും, സഹോദരങ്ങളെ നോക്കും. അവരെന്ത് പറയുന്നു, ഇവരെന്ത് പറയും, ഞാനിപ്പോൾ പോയാൽ, ഇങ്ങനെ പോയാൽ, അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇവളെ മതിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവളെ റിസ്ക് എടുത്ത് പോകുന്നത്. അപ്പം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഇവൾ ചോദിക്കുന്നില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കാൾ കൂടുതലായി മനസാക്ഷിയുടെ മന്ത്രണത്തിന് മറിയം പ്രാധാന്യം കൊടുക്കുക. നല്ല മനസാക്ഷിയിൽ നല്ല മന്ത്രണങ്ങൾ വരും. നന്മ നിറഞ്ഞ മനസാക്ഷിയിൽ നല്ല ചിന്തകൾ വരും. മറിയ അതുകൊണ്ട് കൂട്ടിനെ ഒന്നും നോക്കാതെ, ബന്ധനങ്ങളോ നോക്കാതെ, ഇവൾക്കത് തടസ്സമാകാതെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് സ്നേഹത്തിൻ്റെ മുമ്പിൽ അവൾ ഓടിയെത്തുക. ഈ സ്നേഹം ഹൃദയത്തോട് തൊട്ടറിഞ്ഞ മറിയം യേശുവിൻ്റെ കല്ലറയ്ക്ക് ചൊല്ലി ചെന്നിട്ട് അവൾ കുനിഞ്ഞു നോക്കുക. അവളെ അന്ധകാരത്തിൽ നിന്ന് അത് പ്രകാശത്തിലേക്ക് എത്തിക്കുക, അവളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്തിക്കുക. മാനുഷികതയെ മറികടന്ന് ദൈവികതയിലേക്ക് എത്തുകയാണ് അവൾ ആ ഓട്ടത്തിലൂടെ. 10-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ വചനം എങ്ങനെ പറയുന്നു? അനന്തരം ശിഷ്യന്മാർ മടങ്ങിപ്പോയി. കല്ലറയുടെ അടുത്ത് എന്ന് ഇവൾ നോക്കിയിട്ട് കാണാതായപ്പോൾ ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഓടി വന്നു. ശിഷ്യന്മാരും കണ്ടില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്ത്? മതി, ഇവിടെ ഇല്ല ഈശോ, പോവുക, തിരിച്ചു പോവുക.
പക്ഷേ അവൾ അവിടെ തന്നെ നിന്നു. ഇതാണ് സ്നേഹം തൊട്ടറിയണം എന്ന് പറയുന്നത്. സ്നേഹം തൊട്ടറിയുന്നു. അവൾ ആ കല്ലറ വിട്ടുപോയില്ല, അവൾ ആ പരിസരം വിട്ടുപോയില്ല. അവളുടെ സ്നേഹം അവളെ സമ്മതിച്ചില്ല അതിന്. അതുകൊണ്ട് മറിയം കല്ലറയിൽ അരികെ നിന്നിട്ട് ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടും തിരിച്ചു പോകാതെ അവിടെ നിന്ന് അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. അതിന് നമ്മളെ അങ്ങനെ ഓർമ്മിപ്പിക്കേണ്ട, അവൾ കരഞ്ഞുകൊണ്ട് നിന്നു. 11-ാമത്തെ വചനം. എന്നിട്ട് അവൾ വീണ്ടും കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. എന്താ വെച്ചാൽ എവിടെയെങ്ങാനും മൂലയ്ക്ക് ഇരിപ്പുണ്ടോ, മറഞ്ഞിരിപ്പുണ്ടോ, എൻ്റെ കണ്ണിൽ എത്തിപ്പെടാതെ എവിടെയെങ്കിലും ഈശോ അല്ലേ ഇരിപ്പുണ്ടോ? അവളെ വീണ്ടും കുനിഞ്ഞ് നോക്കാൻ പ്രേരിപ്പിക്കുക. അപ്പോഴാണ് അവൾ 2 പേരെ കണ്ടത്. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? ആ കരച്ചിൽ കണ്ടപ്പോഴാണ് അവർ ചോദിച്ചത്. അപ്പോൾ എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ട് പോയി. എൻ്റെ കർത്താവിനെ, സ്വന്തമെന്ന ഫീലിംഗ് അവൾക്ക്. ഒരു കിടക്കുന്ന ആളെയോ അല്ലെങ്കിൽ നടക്കുന്ന ആളെയല്ല എടുത്തുകൊണ്ട് പോകാൻ വന്നത്. മരിച്ച അടക്കി കല്ലറയിൽ വെച്ച ആളെ, ഈശോയെയാണ് അവൾ പറയണേ. എൻ്റെ കർത്താവിനെ അവരെടുത്തുകൊണ്ട് പോയി. അവർ അവനെ എവിടെ വച്ചിരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവളുടെ കണ്ണിൽ നിന്ന് മറയപ്പെട്ടത് അവൾക്ക് സഹിക്കാൻ പറ്റണില്ല. അവിടെ അന്വേഷണം വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുക. ഇതാ, ഈശോയെ അന്വേഷിച്ചിട്ട് ഒരിടത്ത് കണ്ടെത്തിയില്ലെങ്കിൽ വീണ്ടും അന്വേഷിക്കണം, വീണ്ടും അന്വേഷിക്കണം. എന്നിട്ടും കണ്ടെത്തില്ല, കരഞ്ഞുകൊണ്ട് അന്വേഷിക്കണം, അടുത്തന്വേഷിക്കണം, തിരഞ്ഞന്വേഷിക്കണം. ഇതാണ് അവൾ ചെയ്തത്. കരഞ്ഞുകൊണ്ട് അവൾ അന്വേഷിച്ചു. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. 14-ാമത്തെ വചനം. യേശു നിൽക്കുന്നത് അവൾ കണ്ടു. ഉത്ഥാനം ചെയ്തതിന് ശേഷമുള്ള യേശുവിനെയാണ് അവൾ കണ്ടത്. അതുകൊണ്ട് അവൾക്ക് മനസ്സിലായില്ല. അവൾ പറയാം, എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. നമ്മുടെ മുമ്പിലും പലപ്പോഴും ഈശോ വരുന്നുണ്ട് ഇപ്പോൾ, പക്ഷെ മനസ്സിലാകുന്നില്ല. ഉദ്ധാനം ചെയ്ത യേശു, അക്ഷയദീപ്തികൾ നിറഞ്ഞ യേശു. അതിനു മുൻപ് മറിയം കണ്ടിരുന്നത് യേശുവിൻ്റെ സാധാ ജീവിതം, സാധാ ശരീരം, സ്വർഗീയ ശരീരമല്ല, മാനുഷിക ശരീരം. ഇത് സ്വർഗീയ ശരീരമായി മാറി ഈശോ ഉദ്ധാനം ചെയ്തപ്പോൾ. അതുകൊണ്ട് അവൾക്ക് മനസ്സിലായില്ല. അവിടെ സ്വർഗീയ കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ, സ്വർഗീയ ദർശനങ്ങൾ മനസ്സിലാകണമെങ്കിൽ, യേശു സാന്നിധ്യം ശരിക്കും മനസ്സിലാകണമെങ്കിൽ ഒന്നുകൂടി ഉൾക്കണ്ണ് തുറക്കണം. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലാകാതെ വന്നപ്പോൾ യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? ചിലത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാതെ ഇരുന്നാൽ ഈശോ കേൾപ്പിച്ചു തരും. സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? ഈശോ എത്ര മറഞ്ഞിരുന്നാലും നമ്മുടെ കണ്ണുനീരും നമ്മുടെ അന്വേഷണവും ഈശോ അറിയുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ശിഷ്യന്മാർ മടങ്ങിപ്പോയി, പക്ഷെ അവൾ അവിടെ നിന്ന് കരയുന്നു. ഈശോയ്ക്ക് വേണ്ടി കരഞ്ഞ്. ഈശോയ്ക്ക് അത് മനസ്സിലായി. ഈശോ ഒരു പക്ഷേ കല്ലറയിൽ നിന്ന് ഉയർത്തിട്ട് ശിഷ്യന്മാരുടെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവൾ കരയുന്നു എന്ന് കണ്ടിട്ട് തിരിച്ചു വന്നതുണ്ടാകാം, അറിയില്ല. ഏതായാലും അവിടെ ചുറ്റുവട്ടത്ത് ഈശോ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ, സ്ത്രീ എന്തിനാണ് നീ കരയുന്നത്? ആരെയാണ് അന്വേഷിക്കുക? ഈശോയ്ക്ക് അറിയാം ഈശോനെയാണ് അന്വേഷിക്കുന്നത്, ഈശോയ്ക്ക് വേണ്ടിയാണ് കരയണേ. അത് തോട്ടക്കാരാണെന്നാണ് അവൾ വിചാരിച്ചത്. കാരണം കണ്ണുകൾക്ക് വിശ്വസിക്കാനാകാത്ത വിധം കാന്തി നിറഞ്ഞതായിരിക്കണം ഈശോയുടെ ഉയർത്തെഴുന്നേറ്റപ്പോൾ. ഈ പച്ച നേത്രങ്ങൾക്ക്, നമ്മുടെയൊക്കെ നേത്രങ്ങൾക്ക് കണ്ടാലും തിരിച്ചറിയാനാകാത്ത വിധമുള്ള കാന്തിയാണ് ഉത്ഥാനം ചെയ്ത യേശുവിനുള്ളത്, ഇന്ന് ജീവിക്കുന്ന യേശുവിനുള്ളത്. അവൾ പറഞ്ഞു, പ്രഭു, അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ച് എന്ന് എന്നോട് പറയുക. തോട്ടക്കാരനാണെന്ന് കരുതി ഇവള് പറയുന്നത് യേശുവിനെ കണ്ടിട്ടോ. ഉത്ഥാനം ചെയ്ത യേശുവിനെ തിരിച്ചറിയണമെങ്കിൽ ഒരു ഉൾവിളി ഒന്നുകൂടി വേണം. അതില്ലാതിരുന്നതുകൊണ്ട് അവൾ പറയണേ, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം, ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോയിക്കൊള്ളാന്ന്. കുഴിച്ചിട്ടാ കല്ലറയിൽ മറവ് ചെയ്ത ആ ശരീരമാണ് എടുത്തുകൊണ്ട് പോയിക്കൊള്ളാന്ന് പറഞ്ഞേ. നിങ്ങളിൽ ആരെങ്കിലും ജീവിത പങ്കാളി മരിച്ചിട്ട് പിറ്റേ ദിവസം കല്ലറയിൽ ചെന്ന് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാന്ന്? അല്ല, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മ, അപ്പൻ, മക്കൾ
മരിച്ചിട്ട് നമ്മൾ പോയിട്ടുണ്ടോ പിറ്റേ ദിവസം എടുത്തുകൊണ്ട് പോയിക്കോളാമെന്ന് പറഞ്ഞ്? ഇല്ല, നമ്മളാരും ചെയ്യില്ല. പക്ഷേ ബുദ്ധിക്ക് അതീതമാണത്. നമ്മുടെ ബുദ്ധിക്ക് ചേരുന്നതല്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഇത് ബുദ്ധിക്ക് അതീതമാണ്. അവൾ പറയാ, ആ ബുദ്ധിക്ക് അതീതമായ കാര്യം ചെയ്യാൻ പോലും, ആ സാഹസം ചെയ്യാൻ പോലും അവൾക്ക് ഈശോയോടുള്ള സ്നേഹം നിർബന്ധിക്കപ്പെടുക. നിങ്ങൾ എവിടെ വെച്ചൊന്ന് പറ, ഞാൻ എടുത്തുകൊണ്ട് പൊക്കോളാം. ചീഞ്ഞാലും നാറിയാലും എന്തു ചെയ്താലും എങ്ങനെയാണേലും. ഇത്ര പെട്ടെന്ന് ഉയർത്തുമെന്ന് മറിയത്തിന് അറിയില്ലായിരിക്കും. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കല്ലറയിലേക്ക് അവൾ തിരിഞ്ഞു നോക്കില്ല. ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. ഇവിടെ ആ തീഷ്ണത, ആവേശം, ഈശോ മരിച്ചടക്കിയ ആ ശരീരം പോലെ എടുത്തുകൊണ്ട് പോകാൻ മാത്രമുള്ള ഒരു നിറഞ്ഞ സ്നേഹം കണ്ടിട്ടാണ് ഈശോ അവളെ വിളിക്കുന്നത് മറിയം. ഈ പേര് അവൾക്ക് നേരത്തെ നല്ല പരിചയമുണ്ടാവും. ഈശോ മരിക്കുന്നതിന് മുന്നേ വീട്ടിൽ ചെന്നപ്പോഴും അല്ലാത്തപ്പോഴൊക്കെ വിളിച്ച് നല്ല പരിചയമുണ്ടാകും. മറിയം വിളിക്കേണ്ട പ്രത്യേകത. അവൾ തിരിഞ്ഞ് റബ്ബോനി, കാരണം അവൾക്ക് മനസ്സിലായി ഇത് ഈശോ ആണ്. എന്തുകൊണ്ടാണ് അവൾക്ക് ഈശോയെ തിരിച്ചറിയാൻ പറ്റാതെ പോയത് പ്രിയപ്പെട്ടവരെ? ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഈശോയുടെ മഹത്വമുള്ള ശരീരമായി മാറി. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയോടെ നാഥനുയർക്കുന്നു, മുറിവുകളാൽ മൂടിയ മേനീതാ, നിറപോലും പ്രഭയിൽ മുഴുകുന്നു. ഉദ്ധാനം ചെയ്ത യേശു പ്രഭ കൊണ്ട് നിറഞ്ഞപ്പോൾ അവൾക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. അതുകൊണ്ട് ഇന്നും കരയുന്നവരുടെ മുന്നിൽ ഈ ഉദ്ധാനം ചെയ്ത യേശു പ്രഭയോടെ നിൽപ്പുണ്ട്. നമ്മുടെ പുറകിൽ നിൽപ്പുണ്ട്, മറിയത്തിൻ്റെ പുറകിൽ നിന്ന പോലെ. എന്നിട്ട് ഈശോ ചോദിക്കുന്നുണ്ട്, മറിയത്തോട് ചോദിച്ചില്ലേ, നീ എന്തിനാ കരയുന്നത്? അനുദിന ജീവിതത്തിൽ ഒരുപാട് കരയുന്നവരല്ലേ നമ്മൾ. ഈശോ പുറകിൽ നിൽക്കുന്ന മിന്നൊളിയായി പ്രഭ പൂണ്ട് നിൽക്കുന്ന ഈശോനെ ആ കരച്ചിലിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയണം, മറിയം കണ്ടതുപോലെ. എന്തിനാണെന്ന് കരയാം? പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിന്തിക്കാം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് കരയുന്നവരാണ്. ആ കരച്ചിൽ യേശുവിനെ കാണാൻ പറ്റാഞ്ഞിട്ടാണോ? എൻ്റെ സ്വന്തം കാര്യം നടക്കാഞ്ഞിട്ടാണോ? യേശുവിനെ അനുഭവിക്കാൻ പറ്റാഞ്ഞിട്ടാണോ? അത് ലോകസുഖങ്ങൾ അനുഭവിക്കാൻ പറ്റാഞ്ഞിട്ടാണോ? മറിയം കരഞ്ഞത് എൻ്റെ ഗുരുവിനെ കണ്ടില്ല, എൻ്റെ കർത്താവിനെ കണ്ടില്ല, കാണാനില്ല, അന്വേഷിച്ചിട്ടും കാണാനില്ല. യേശുവിൻ്റെ സാന്നിധ്യം മറിയത്തിന് ഒരുപാട് നഷ്ടബോധം വരുത്തി, ഒരുപാട് കുറവ് അനുഭവപ്പെട്ടു ആ രാത്രി. യേശുവിൻ്റെ അസാന്നിധ്യമാണ് ഇന്ന് നമുക്കുള്ള കുറവുകൾ. പക്ഷെ അതോർത്ത് നമ്മൾ കരയുന്നില്ല. പകരം എൻ്റെ ജോലി കിട്ടിയില്ല, എൻ്റെ കല്യാണം ശരിയായില്ല, എൻ്റെ വീട് പണി ശരിയായില്ല, ഈ താൽക്കാലിക കാര്യങ്ങൾക്ക് വേണ്ടി, നശ്വരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് കരഞ്ഞ് സമയം കളയും, വിഷമിച്ച് സമയം കളയും. യേശു എനിക്ക് നഷ്ടപ്പെട്ടതിലുള്ള വേദന എത്ര ദിവസം ഉണ്ടായിട്ടുണ്ട്? എത്ര സമയം ഉണ്ടായിട്ടുണ്ട്? ഇല്ല, ജീവിതത്തിൽ ഇന്ന് വരെ യേശു നഷ്ടപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ യേശുവിൻ്റെ സ്നേഹം അറിയാത്തതിൻ്റെ ഒരു ദുഃഖമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാകണം പ്രിയപ്പെട്ടവർ. അവൾ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് അവൾക്ക് കണ്ടെത്താൻ പറ്റിയത് ഈ പ്രഭ പൂണ്ട യേശുവിനെ. ഏത് കാര്യത്തിലും നിരന്തരം അന്വേഷിക്കാനുള്ള മനസ്സുള്ള, സന്നദ്ധതയുള്ള, ഇവളെപ്പോലെ ത്യാഗമുള്ള, ഓടാൻ, നടക്കാനല്ല, യേശുവിന് വേണ്ടി ഓടാൻ തയ്യാറുള്ള നമുക്ക് എന്നും ഈശോ മുമ്പിൽ നിൽക്കും, അല്ലെങ്കിൽ പുറകിൽ നിൽക്കും, അല്ലെങ്കിൽ സൈഡിൽ നിൽക്കും. വിളിക്കും ഈശോ, ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് വിളിക്കും. ആത്മാർത്ഥമായ അന്വേഷണമാണെങ്കിലേ വിളിക്കൂ. കാരണം മറിയ എന്ന വിളിയിലൂടെ യേശുവിന് സ്പർശനവും ദർശനവും കൊടുക്കുക മറിയത്തിന്. നമുക്ക് ഈശോ എത്രയോ പ്രാവശ്യം യേശുവിൻ്റെ ദിവ്യ ദർശനം, ദിവ്യസ്പർശനം ഓരോ വേളകളിൽ ഇതുപോലെ കരഞ്ഞപ്പോൾ സാന്ത്വനത്തിൻ്റെ സ്പർശനം, സന്തോഷത്തിൻ്റെ സ്പർശനം, വാഗ്ദാനത്തിൻ്റെ സ്പർശനമൊക്കെ തന്നിട്ടുണ്ട്, ഇല്ലേ? ഉണ്ട്. ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് മനസ്സിരുത്തി ഓർമ്മിച്ചെടുത്താൽ മതി. കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ ഈശോ എത്രയോ പ്രാവശ്യം നമുക്ക് തന്നു. അവളിവിടെ ആ ദർശനവും സ്പർശനവും ഒപ്പം നൽകുന്ന ഈശോയ്ക്ക് അവളുടെ വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും ഒരു നിർണായകമായ സ്ഥാനം കൊടുക്കുക ഈശോയ്ക്ക്. അതിനാൽ മറുരൂപക്കിട്ട യേശുവിനെ
ഇവൾ ആർത്തിയോടെ കണ്ടെത്തിയതിൻ്റെ സന്തോഷത്തോടെ ആവേശത്തോടെ കൂടി റബ്ബി, ഗുരുവിനെ തടഞ്ഞു നിർത്താൻ മാത്രം. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, നീ എന്നെ തടഞ്ഞു നിർത്തരുത്, ഞാൻ ഇതുവരെയും പിതാവിലേക്ക് പോയിട്ടില്ല. യേശുവിനെ തടഞ്ഞു നിർത്താൻ മാത്രമുള്ള ഒരു സ്നേഹത്തിൻ്റെ ആഴം മറിയത്തിനുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ ആഴം ഒന്ന് ചിന്തിക്കാം. യേശുവിന് ഇത് പ്രവർത്തിക്കാതെ പോകാൻ പറ്റാത്ത വിധം തടഞ്ഞു നിർത്താൻ, നമ്മൾ ചോദിക്കുന്ന കാര്യം തടഞ്ഞു നിർത്തി മേടിക്കാൻ നമുക്ക് അത്രയൊരു സ്നേഹമുണ്ടോ? ഉണ്ടാകണം. മറിയത്തെ ധ്യാനിക്കുന്ന, യേശുവിനെ ധ്യാനിക്കുന്ന, ഉദ്ധാനത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന നമുക്കതുണ്ടാകണം പ്രിയപ്പെട്ടവരെ. അവിടെ യേശു ഒരു ദൗത്യം ഏൽപ്പിക്കുക അവളെ. എന്ത്? നീ പോയി എൻ്റെ സഹോദരന്മാരോട് പറയണം, ഞാനിവിടെയുണ്ട്, ഞാൻ ഉയർത്തെഴുന്നേറ്റെന്ന്. യേശുവിൻ്റെ ദർശനവും സ്പർശനവും കിട്ടിയ വ്യക്തികൾക്ക് ഇന്നും യേശു ഒരു ദൗത്യം ഏൽപ്പിക്കുന്നുണ്ട്. പ്രേക്ഷിത വേല. അവൾ വലിയ പ്രേക്ഷിതയെ. എന്താ അവൾ പറഞ്ഞത്? ഞാൻ കണ്ടു, ഞാൻ കേട്ടു, ഞാൻ അടുത്ത് നിന്നു. സുവിശേഷ വേലയ്ക്ക് ഏറ്റവും ആവശ്യമാണ് യേശുവിൻ്റെ വ്യക്തിപരമായ ഒരു ഇടപെടൽ. അറിവ് കൊണ്ടോ പഠിപ്പ് കൊണ്ടോ സുവിശേഷ വേല തുടർന്നാൽ അല്ലെങ്കിൽ ചെയ്താൽ അത് ഹൃദയങ്ങളിലേക്ക് എത്തില്ല, ബുദ്ധിയിലേക്ക്, ചിന്തയിലേക്ക് എത്തും. പക്ഷേ യേശുവിൻ്റെ സ്പർശനവും ദർശനവും കിട്ടി യേശു അനുഭവത്തിലൂടെ കടന്നു വരുന്നവർ സുവിശേഷ വേല ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ആഴത്തിലേക്ക് പതിയും. ആ ജീവിതത്തെ തൊട്ടുണർത്തും, മാറ്റപ്പെടുത്തും. ഇവിടെ അതാ സംഭവിച്ചത്. യേശു ആ ദൗത്യം ഏൽപ്പിച്ചു അവളെ, നീ എൻ്റെ സഹോദരന്മാരോട് പോയി പറയുക. ഇന്ന് എല്ലാ വ്യക്തികളോടും ഈശോ അത് പറയുന്നുണ്ട്. ക്രൈസ്തവ വിളി കിട്ടിയ എല്ലാ മക്കളോടും പറയുന്നത് ഇതേ കാര്യമാണ്. നീ എൻ്റെ ശിഷ്യന്മാരോട് പറയാം, എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം, എൻ്റെ മക്കളോട് ചെന്ന് പറയാം, വചനം കേട്ടിട്ടില്ലാത്തവരോട്, ഈശോയെ കാണാത്തവരോട്, കേൾക്കാത്തവരോട് ചെന്ന് പറയുക. അങ്ങനെ മറിയം 20-ാമത്തെ അധ്യായം 18 യേശുവിനെ കണ്ടതിൻ്റെ കേട്ടതിൻ്റെ നിറഞ്ഞ അനുഭവം പങ്കുവയ്ക്കുക ശിഷ്യരുടെ അടുത്ത് നിന്നിട്ട്. ആദ്യം ഹല്ലേലൂയ, ഇതുപോലൊരു നിറഞ്ഞ അനുഭവം നമുക്കുണ്ടാകണം. അങ്ങനെയുള്ളവർ വലിയ പ്രേക്ഷിതരാകും. നിറഞ്ഞ അനുഭവത്തിൻ്റെ തികവിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന ഒരു അനുഭവതലം, അത് ആഴപ്പെട്ടതാണ്, അത് സ്പർശനമാണ്, ടച്ച്, സ്നേഹത്തെ തൊട്ടുണർത്തി ഹൃദയത്തെ തൊട്ടനുഭവമാണ്. ഇവിടെ യേശു മറിയത്തോട് കാണിച്ച അതേ ഊഷ്മള സ്നേഹം, സ്പർശനം, ദർശനം ഇത് നമുക്ക് തരും, ഉറപ്പാണ്. മറിയത്തെ പോലെ അത് സ്വീകരിക്കാൻ, സ്വന്തമാക്കാൻ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. നമ്മളെന്നും സംബന്ധിക്കുന്ന വിശുദ്ധ കുർബാനയിൽ യേശു സ്പർശനം, ദർശനം, സ്നേഹം, ആഴം എല്ലാം തരുന്നുണ്ട്. എന്നിട്ട് പറയാ, പോകൂ നിങ്ങളെൻ്റെ ജീവിതം തുടരാൻ. അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയ്ക്ക് സംബന്ധിച്ചിട്ട് ഈ പ്രേക്ഷിത വേല ചെയ്യാൻ ആവേശത്തോടെ, അനുഗ്രഹത്തോടെ, നിറഞ്ഞ സ്നേഹത്തോടെ ചെയ്യാൻ വിളിക്കപ്പെട്ട നമ്മൾ പോകാൻ, ഈ സുവിശേഷം കൊടുക്കാൻ, അല്ലെങ്കിൽ ജീവിതം കൊണ്ട് സുവിശേഷമാകാൻ മടിയുണ്ടോ? മഴയാണ്, തണുപ്പാണ്, വെയിലാണ്, ഇരുട്ടാണ്, സന്ധ്യയായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും ഇത് ചെയ്യാറില്ലേ? വ്യക്തിപരമായി നമുക്ക് തരുന്ന ദർശനവും സ്പർശനവും നഷ്ടപ്പെട്ടു പോകും ഇങ്ങനെ മടി പിടിക്കുമ്പോൾ, അലസരാകുമ്പോൾ. ചിലർ പറയും, ഭർത്താവ് പറഞ്ഞു പള്ളിയിൽ പോകണ്ട, ഭർത്താവ് പറഞ്ഞു സന്ധ്യാപ്രാർത്ഥന വേണ്ട, അല്ലെങ്കിൽ മക്കൾ പറഞ്ഞു സന്ധ്യാപ്രാർത്ഥന വേണ്ട. നമ്മുടെ ഉള്ളിൽ തീക്ഷ്ണത ഉണ്ടെങ്കിൽ ഒരാൾ പറഞ്ഞാൽ നിൽക്കുമോ? എനിക്ക് പറ്റില്ല, നിങ്ങൾക്ക് പറ്റുമോ? ഞാൻ പറയും, ഈശോയെ തേടിപ്പോകാൻ ഒരു വ്യക്തിയോ ഒരു ശക്തിയോ ഒന്നും നമുക്ക് പ്രതിബന്ധമാകാൻ പാടില്ല. കാരണം ആ വ്യക്തിയേക്കാൾ, ആ ശക്തിയേക്കാൾ, ആ കാരണത്തെക്കാളും മറികടന്നതായിരിക്കണം, തീക്ഷ്ണതയുള്ളതായിരിക്കണം നമ്മുടെ സ്നേഹം. ദൈവത്തോടുള്ള, ഈശോയോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ മറികടന്ന് തന്നെ പോകും. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അവിടെ ഉത്തരവാദിത്വങ്ങൾ കൂടി നിർവഹിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു ശുശ്രൂഷയോ പ്രേക്ഷിത വേലയാകരുത്. ചിലരുണ്ട് വർഷങ്ങൾ ജീവിത പങ്കാളിയോട് ക്ഷമിക്കാതെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി പുറപ്പെടും. വർഷങ്ങൾ കുടുംബത്തിലുള്ളവരോട്, മാതാപിതാക്കളോട് അല്ലെങ്കിൽ സഹോദരങ്ങളോട് വഴക്ക് വെച്ചിട്ട് വിശുദ്ധ കുർബാനയെ സംബന്ധിക്കും, വിശുദ്ധ കുർബാന സ്വീകരിക്കും,
വിശുദ്ധ കുർബാനയുടെ സാക്ഷികളാകും, അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്കൊക്കെ പോകും. പക്ഷെ നല്ലത് തന്നെ ഇതും കൂടി നടക്കണം. അല്ലെങ്കിൽ അത് സാക്ഷ്യത്തിന് പകരം എതിർ സാക്ഷ്യമായി മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒളിച്ചോട്ടം അല്ലെങ്കിൽ ഓട്ടം മറ്റൊന്നിൽ നിന്ന് വിടവെടുക്കാനല്ല, മാറി നിൽക്കാനല്ല, മറിയത്തെ പോലെ ഉത്തരവാദിത്വം കൊണ്ട് ആ കടമ അല്ലെങ്കിൽ ഉത്തരവാദിത്വം നിർവഹിക്കാൻ അനുഭവ തലത്തിൽ നിന്നും ആത്മീയതയുടെ ആഴത്തിൽ നിന്നുമായിരിക്കണം നമ്മുടെ പ്രേക്ഷിത വേല. മറിയം ചെയ്തതുപോലെയുള്ള മറുരൂപപ്പെട്ട എൻ്റെ പിന്നിൽ നിൽക്കുന്ന, എൻ്റെ മുന്നിൽ നിൽക്കുന്ന യേശുവിനെ കണ്ടതിൻ്റെ കൊടുത്തതിൻ്റെ അനുഭവ തലത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് പങ്കുവയ്ക്കാൻ നിങ്ങളും ഞാനും ഓടണം. നടന്നാൽ പോരാ, തീക്ഷ്ണത കൊണ്ട് ഓടണം. അതിനൊന്നും പ്രതിബന്ധമാകരുത്. മഴ പ്രതിബന്ധമാകരുത്, വെയിൽ പ്രതിബന്ധമാകരുത്, വീട്ടുകാർ, നാട്ടുകാർ, കൂട്ടുകാർ, കുരിട്ടൊന്നും പ്രതിബന്ധമാകരുത്, ഒരു സഹനവും പ്രതിബന്ധമാകരുത്. ദൈവത്തിന് വേണ്ടി ഓടാൻ, സഹിക്കാൻ, ദൈവത്തെ കൊടുക്കാൻ. ഈ വിളി ഇതുപോലെ നമുക്ക് ജീവിക്കാം. മറിയത്തെ പോലെ പ്രഭാതത്തിലോ സന്ധ്യയിലോ ഒറ്റയ്ക്കോ കുരിട്ടിലോ ഓടാനുള്ള വിളി കിട്ടിയ നമുക്ക് വിളിക്കനുസരിച്ച് ജീവിച്ച് നമ്മുടെ ദൗത്യം തുടരാൻ നമുക്ക് ഈശോയോട് തന്നെ പറയാം. ഈശോയുടെ ശക്തി നമ്മളിൽ നിറയാൻ, ഉദ്ധാനം ചെയ്ത യേശുവിനെ തിരിച്ചറിയാൻ, ഒരു തിരിച്ചറിവിൻ്റെ, അറിവിനെ മറികടക്കുന്ന തിരിച്ചറിവ് കിട്ടാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, പരസ്പരം പ്രാർത്ഥിക്കാം. എല്ലാവരും അറിവിനെ അതിശയിക്കുന്ന തിരിച്ചറിവിലേക്ക്, മറിയത്തിന് ഈ ഗുരുവാണെന്ന് തിരിച്ചറിഞ്ഞതുപോലുള്ള തിരിച്ചറിവിലേക്ക് വരാൻ അനുഗ്രഹിക്കട്ടെ, അഭിഷേകം ചെയ്യട്ടെ. ആഴപ്പെട്ട ഗുരുദർശനം ഉണ്ടാകട്ടെ, ദൈവദർശനം ഉണ്ടാകട്ടെ, ദൈവസ്പർശനം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.